ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. അപ്പം നീണ്ട ഇടവേളകൾക്ക് ശേഷം എൻ്റെ ചൂടൻ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്കൊരു സ്റ്റാറിൽ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ സ്റ്റാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഓറഞ്ചൊക്കെ വെച്ചിട്ട് നമുക്ക് ഓറഞ്ചിന് പേപ്പറിലൊക്കെ വെച്ച് ഒരു സ്റ്റാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഞാനിങ്ങനെ ചിന്തിച്ചു എന്നാൽ അതിൻ്റെ കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ടൊരു എല്ലാം കൂടെ ആയിരിക്കുന്നത് സൂപ്പറായിരിക്കില്ലേ. അപ്പോൾ ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊരു സ്റ്റാർ ഉണ്ടാക്കാൻ തീരുമാനിച്ചു കേട്ടോ. എൻ്റെ ചാനലിൻ്റെ പേര് പോലെ തന്നെ ഇതെൻ്റെ ആകൃസ്ഥാനങ്ങളാണ്, എൻ്റെ പണിയായുധങ്ങളാണ് രാജാവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിനകത്ത് നമ്മളിതുപോലെ തന്നെ ഓറഞ്ച് ഷീറ്റ് പേപ്പർ എടുത്തിട്ട് അതിന് രണ്ടായിട്ട് സെൻറ്റർ പോയിൻ്റൊക്കെ കണ്ട് അതിന് രണ്ടായിട്ട് മടക്കി അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ഗമ്മ് തേച്ച് കൊടുക്കാം. ഓറഞ്ച് ഷീറ്റ് പേപ്പറിൽ ചെയ്തപോലെ തന്നെ യെല്ലോ ഷീറ്റ് പേപ്പറിലും അതുപോലെ സെയിം ഗമ്മ് തേച്ച് കൊടുക്കുക. അങ്ങനെ ഏകദേശം ഞാനൊരു 17-18 ഓളം പേപ്പർ അതുപോലെ തന്നെ ഗമ്മ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുക. ഓറഞ്ച് യെല്ലോ ആയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അത്യാവശ്യം ഭംഗി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഏകദേശം എല്ലാം ഏകദേശം ഒന്ന് സെറ്റാക്കി വയ്ക്കുക. അതിനുശേഷം അതിൻ്റെ സെൻറ്റർ പോയിൻറ്റ് ഹാഫായിട്ട് എടുത്തിട്ട് ആ ഭാഗത്തു നിന്നും അതിൻ്റെ അടിഭാഗത്തായിട്ട് ഇങ്ങനെ ഗമ്മ തേച്ചിട്ട് യെല്ലോയും ഓറഞ്ചും മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കണം. ഒരു 7-8 ഷീറ്റ് അങ്ങനെ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് അടുത്ത 2 പാർട്ടായിട്ട് വേണം ഒട്ടിക്കാൻ, അല്ലെങ്കിൽ ഭയങ്കര കട്ടിയായിട്ട് പോകും. അങ്ങനെ നമ്മുടെ ഏറ്റവും മെയിനായിട്ടുള്ള സാധനം, അതായത് ആക്രിക്കകത്തു നിന്ന് നമുക്ക് വേണ്ട മാർക്കർ എടുത്തതിന് ശേഷം ആർക്കും വരയ്ക്കാവുന്ന രീതിയിലുള്ള ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഡിസൈന് ഈ പേപ്പറിലോട്ട് വരച്ചു കൊടുക്കുക. സത്യം പറയാമല്ലോ, ജാമ്പവാൻ്റെ കാലത്തെ ഒരു കത്രികയായിരുന്നു അത്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് കട്ട് ചെയ്യാൻ വേണ്ടി. എന്നിട്ടും നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് കാണാനുള്ള ഒരു ആകാംക്ഷയുണ്ടല്ലോ. അത്രയും നേരം ഞാൻ ആ കത്രിക കൊണ്ടൊക്കെ വരച്ച് വെട്ടാൻ ശ്രമിച്ചെങ്കിലും ഗൈസ് അവസാനം ഞാൻ എൻ്റെ മീൻ വെട്ടുന്ന കത്രിക എടുക്കേണ്ടി വന്നു. ഇങ്ങനെ ഫൈനലി എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു 2 പാർട്ടായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ 2 പീസായിട്ട് കാണുന്നതിനകത്ത്. ഇങ്ങനെ വെട്ടിയെടുത്ത് 2 പീസും ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ ത്രെഡ് വെച്ച് കൊടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റാർ തൂക്കിയിടാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനും ഇത് സാധാരണ ഒരു ത്രെഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ എന്താ പറയുക, പൂവൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചെറിയൊരു ത്രെഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഇതിൻ്റെ സെൻറ്റർ പോയിൻറ്റിലോട്ട് തന്നെ ഈ നൂലിങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം പകുതി വിരിച്ചപ്പോൾ തന്നെ നല്ല രസം ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫുള്ള് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷ എൻ്റെ മുഖത്തുണ്ട്, അതാരും ശ്രദ്ധിക്കേണ്ട. അപ്പം ശരിക്കും ഞാനിത് ആദ്യമായിട്ട് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഭയങ്കര ക്യൂരിയോസിറ്റിയോടെയാണ് ഇത് നോക്കി കാണുന്നത്. ഇതെങ്ങനെയായിരിക്കും, ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയായിരിക്കും, എങ്ങനെയാണെന്ന് കാണാൻ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഞാൻ എൻ്റെ സ്റ്റാർ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് സ്റ്റാറിൻ്റെ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ബൈ. അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്.